തിരികെ വാർത്തകളിലേക്ക് ഗോപിക, ഇന്ന് എന്താ പ്രത്യേകത? ഇന്ന് എന്തൊക്കെയോ പ്രത്യേകത ഉണ്ടല്ലോ. അതെ, ഇന്ന് ഒട്ടനവധി ഡേ ആണ്. ആദ്യം നമുക്ക് പറയണ ഇന്റർനാഷണൽ ഡേ ഓഫ് ലൈറ്റ് ആണ്. അത് സംഭവം എന്ന് വെച്ചാൽ നമ്മളുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഒരു പ്രകാശത്തിന്റെ ഒരു ഇതില്ലേ, അതാണ്. അപ്പൊ അത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ആചരിക്കുന്നതാണ്. ഇന്റർനാഷണൽ ഡേ ഓഫ് ലൈറ്റ് ആണ്. അതുകൂടാതെ എനിക്ക് തോന്നുന്നു ഡെങ്കു ഡേയുമാണ്. അതായത് വലിയ തോതിൽ പകർച്ചവ്യാധികൾക്കെതിരായിട്ട് കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ അവബോധം നടത്തുന്നതിന് വേണ്ടി ഒരു ദിവസം എടുത്തിരിക്കുകയാണ്. അപ്പോൾ മെയ് 16 അങ്ങനെ ചില പ്രത്യേകതയുണ്ട്. ഒപ്പം ഇടവമാസം 2 ഇടവപ്പാതി ഇങ്ങ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. മഴ പെയ്യുന്നില്ലേ അവിടെയൊക്കെ? അതാണ്. അപ്പോൾ പിന്നെ പെയ്യുന്നുണ്ട്. ഇനി ഇടവപ്പാതിയാണ്. അതിശക്തമായ മഴക്കാലം വരാൻ പോവുകയാണ്. അപ്പോൾ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് പോകാം. പക്ഷെ അതിനു മുമ്പ് കുറച്ച് സീരിയസ് വാർത്തകൾ ഒന്നുകൂടെ നോക്കാനുണ്ട്. ഹൈന്ദവ സംഘടനാ നേതാക്കൾക്കെതിരായ മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ മുദ്രാവാക്യം വലിയ ആശങ്ക ഉണ്ടാക്കുന്നുവെന്നും ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് RV ബാബു. അവലും മലരും കുന്തിരിക്കവും കരുതിക്കൂ എന്ന SDPI മുദ്രാവാക്യത്തിന്റെ പുതിയ രൂപമാണിത്. UDF സർക്കാരിന്റെ മുസ്ലിം ലീഗിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും അപ്രമാദിത്വമായിരിക്കും ഇതെന്നും RV ബാബു മുന്നറിയിപ്പ് നൽകി. ഇത് SDPIയുടെ മുദ്രാവാക്യത്തിൽ നിന്ന് വ്യത്യാസമില്ല. ഇപ്പോൾ SDPIയുടെ നേതൃത്വത്തിൽ, പോപ്പുലർ ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ നടന്ന മുദ്രാവാക്യമുണ്ട്. അവലും മലരും കരുതിക്കോളാനും കുന്തിരിക്കം കരുതി വെച്ചോളാനും പറഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള ആ ഒരു ഭീഷണി മുഴക്കിയിട്ടുള്ള പ്രകടനം എന്താണോ അതിന് സമാനമായിട്ടാണ് ലീഗിന്റെ അണികൾ പ്രകടനം നടത്തിയിട്ടുള്ളത്. 5 നേരം നിസ്കരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് എന്ന് പച്ചയ്ക്ക് മതം പറഞ്ഞിട്ടാണ് ലീഗിന്റെ നേതാക്കന്മാർ വോട്ട് ചോദിച്ചത്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ കൺമുമ്പിലുണ്ട്. തെരഞ്ഞെടുപ്പിന് ശേഷം അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലായി. റിസൾട്ട് വന്നതിന് ശേഷമുള്ള പല നടപടികളും. ഇപ്പോൾ കാസർഗോഡ് മത്സരിച്ച സുരേന്ദ്രന്റെ ഫ്ലക്സ് ബോർഡ് ബോംബ് വെച്ച് തകർക്കുന്ന സമീപനം ഉണ്ടായി. മലപ്പുറത്ത് ഭീകര സംഘടനകൾ എങ്ങനെയാണോ ചില ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തുന്നത് അതിന് സമാനമായ രീതിയിൽ ആടിന്റെ തലയെറുത്ത് ഭീകരാവസ്ഥ സൃഷ്ടിച്ചുകൊണ്ടുള്ള വിജയാഹ്ലാദ പ്രകടനങ്ങൾ നടന്നു. ഏറ്റവും ഒടുവിൽ തൊടുപുഴ നമ്മൾ കണ്ടു. ലീഗിന്റെ തന്നെ പ്രവർത്തകര് ഹിന്ദു സംഘടനാ നേതാക്കന്മാരെ, SNDPയുടെയും NSSന്റെയും നേതാക്കന്മാരെ വെല്ലുവിളിച്ചുകൊണ്ട് ആക്ഷേപിച്ചുകൊണ്ടുള്ള പ്രകടനം നടത്തിയത് നമ്മൾ കണ്ടു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ലീഗിന്റെ അപ്രമാദിത്വത്തിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഭരണം നിലവിൽ വരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിവരങ്ങളുമായി നിഷ ദിലീപാണ് ഒപ്പം ചേരുന്നത്. നിഷ, ഹൈന്ദവ സംഘടനാ നേതാക്കൾക്കെതിരായ മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ മുദ്രാവാക്യം അതൊരു വലിയ ആശങ്ക ജനിപ്പിക്കുന്നതാണല്ലോ RV ബാബു പറയുന്നത്. എന്താണ്? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം ഈ VD സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ തൊടുപുഴ നഗരത്തിൽ മുസ്ലിം ലീഗ് പ്രവർത്തകർ നടത്തിയ ഒരു പ്രകടനത്തിൽ, ആഹ്ലാദ പ്രകടനത്തിലാണ് ഇത്തരത്തിൽ വരുന്ന കാലം, ഇനിയുള്ള കാലം കേരളം ലീഗ് ഭരിക്കുമെന്നും ലീഗിനെ വെല്ലുവിളിച്ചാൽ അല്ലെങ്കിൽ ലീഗിനെ ചൊറിയാൻ നിന്നാൽ വിവരം അറിയുമെന്നും തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിയത്. ഈ പ്രകടനം തൊടുപുഴ നഗരമധ്യത്തിലാണ് നടക്കുന്നത്. ഈ പ്രകടനത്തിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെയും ഒപ്പം തന്നെ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെയും വെല്ലുവിളിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യങ്ങളും ലീഗ് പ്രവർത്തകർ ഉയർത്തുകയുണ്ടായി. വരാൻ പോകുന്ന കേരളത്തിൻ്റെ ഒരവസ്ഥ ഇനി എങ്ങനെയായിരിക്കും എന്നതാണ് ഇത്തരത്തിൽ ഈ ഒരു UDFന്റെ വിജയത്തിന് ശേഷം കേരളത്തിലുടനീളം കാണുന്നതെന്നാണ് ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് RV ബാബു കുറ്റപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും ഈ ലീഗിന്റെ പല സ്ഥലങ്ങളിലുള്ള പ്രതിഷേധം തൊടുപുഴയിൽ മാത്രമല്ല, കാസർഗോഡ് സുരേന്ദ്രന്റെ ഫ്ലക്സ് ബോർഡുകൾ ബോംബ് വെച്ച് തകർക്കുന്ന രീതിയിലേക്ക് പോലും ഈ ആഹ്ലാദ പ്രകടനങ്ങൾ പോയി. ആ സംഭവം ഉണ്ടായി. അതിന് തൊട്ട് മുൻപ്, അതായത് UDF വിജയിച്ച സമയത്ത് തന്നെ, UDFന് വൻ വിജയം ഉണ്ടായ സമയത്ത് തന്നെ ആടിൻ്റെ തലയറുത്തുകൊണ്ട് മലപ്പുറത്ത് നടത്തിയ പ്രകടനവും നമ്മൾ കണ്ടതാണ്. വരാൻ പോകുന്ന കേരളത്തിൻ്റെ അവസ്ഥ എത്രത്തോളം ഭീതജനകമായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ ഇത്തരത്തിൽ ലീഗിൻ്റെ പ്രകടനങ്ങൾ, അവർ നടത്തിയ ആ ഒരു ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ. നമുക്കറിയാം, കുറച്ചു കാലത്തിന് മുൻപാണ് ആലപ്പുഴയിൽ അവലും മലരും കുന്തിരിക്കവും കരുതി വെച്ചോളൂ, നിങ്ങളുടെ അന്തകന്മാരായി ഞങ്ങൾ പിന്നാലെയുണ്ട് എന്ന തരത്തിൽ SDPI മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ആലപ്പുഴയുടെ കടപ്പുറത്ത് കൂടി ഒരു പ്രകടനം നടത്തിയത്. അന്നും ഇതുപോലെ ഒരു ഇലക്ഷൻ്റെ റിസൾട്ടൊക്കെ വന്ന ഒരു സമയത്താണ് ഇത്തരത്തിൽ അവലും മലരും കുന്തിരിക്കവും ഒക്കെ കരുതി വെച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചുകുട്ടികളെ അടക്കം ചുമലിൽ ഏറ്റിക്കൊണ്ട് SDPI പ്രവർത്തകർ ആലപ്പുഴയിൽ പ്രകടനം നടത്തിയത്. എന്തായാലും കേരളത്തിൻ്റെ വരാൻ പോകുന്ന അവസ്ഥ അത്രത്തോളം ഭീതിജനകമായിരിക്കും എന്ന് ഇനി വലിയ ഒരു തെളിവുകളാണ്, ഇന്ന് വ്യക്തമായ തെളിവുകളാണ് ഇത്തരത്തിൽ ലീഗ് നടത്തുന്ന ആഹ്ലാദ പ്രകടനങ്ങളും ആ ആഹ്ലാദ പ്രകടനങ്ങളിൽ അവർ നടത്തുന്ന മുദ്രാവാക്യങ്ങളും. എന്തായാലും ഈ ഒരു ലീഗിൻ്റെ ആഹ്ലാദ പ്രകടനം വിവാദമായതോടുകൂടി വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഹിന്ദു സംഘടനകളുടെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധങ്ങളാണ് ഉയരുന്നത്. എന്തായാലും ഇത് തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല, ഇതിനെ ഗൗരവമായി കാണണമെന്ന് തന്നെയാണ് ഹിന്ദു സംഘടനകൾ പറയുന്നത്. എന്തായാലും
കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ വലിയ വലിയ രീതിയിലുള്ള ആഹ്ലാദ പ്രകടനങ്ങൾ ലീഗ് പല സ്ഥലത്തും നടത്തുകയുണ്ടായി. ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെയാണ് കേരളത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. കേരളത്തിൽ ആരാവണം മുഖ്യമന്ത്രി എന്ന് ലീഗിനും ജമാഅത്തെ ഇസ്ലാമിക്കുമൊക്കെ പറയാൻ അവകാശമുണ്ടെങ്കിൽ ആരാകരുത് മുഖ്യമന്ത്രി എന്ന് പറയാനുള്ള അവകാശം ഹൈന്ദവ സംഘടനകൾക്കുണ്ട് എന്നും RV ബാബു വ്യക്തമാക്കുന്നു. എന്തായാലും ഈ ലീഗിൻ്റെ ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ വലിയ വിവാദമായിട്ടുണ്ട്. കേരളത്തിൽ ഇനി വരാൻ പോകുന്ന കാലത്തും UDF ഭരിക്കുന്ന കാലത്തുടനീളം കേരളത്തിൽ എന്തായിരിക്കും നടക്കാൻ പോകുന്നത്, കേരളത്തിൻ്റെ അവസ്ഥ എത്രത്തോളം ഭയാനകമായിരിക്കും എന്നതിൻ്റെ നേർസാക്ഷ്യമാണ് ഇത്തരത്തിൽ ലീഗ് സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ നടത്തിയ ഇത്തരം ആഹ്ലാദ പ്രകടനങ്ങളെന്നാണ് ഹൈന്ദവ സംഘടനകൾ അഭിപ്രായപ്പെടുന്നത്. ഓക്കെ നിഷ, എന്തായാലും RV ബാബു, ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷൻ RV ബാബുവിൻ്റെ പ്രതികരണമാണ് കണ്ടത്. കാരണം മുസ്ലിം ലീഗിന് അധികാരം കിട്ടുന്ന വേളയിൽ തന്നെ വെള്ളാപ്പള്ളി നടേശനെയും G സുകുമാരൻ നായരെയും ഒക്കെ അസഭ്യ വർഷം പറഞ്ഞുകൊണ്ട് തെരുവിൽ ജിഹാദി ശക്തികൾ പ്രകടനം നടത്തുകയാണ്. അങ്ങനെയെങ്കിൽ ഇനി ഭരണത്തിലേക്ക് കയറിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഈ നാട്ടിൽ നടക്കാൻ പോകുന്നതെന്ന് ഇനിയും കണ്ടറിയണം.